അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ. ഇപ്പം ഞാൻ നിൽക്കുന്ന കോളേജ് ലൈനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അടുത്ത നമ്മൾ ഡി ഹാവ്ലാൻഡ് കാണിക്കുന്നതായിരുന്നു. അപ്പം ഞാൻ അടുത്ത ഡി ഹാവ്ലാൻഡിലേക്ക് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അതിന് പോകണമെങ്കിൽ ഇവിടെ നമ്മൾ നേരെ ഒരു ഷട്ടിൽ ബസ് പിടിക്കണം. ആ ഷട്ടിൽ ബസ് പിടിക്കുന്നത് എങ്ങനെയാണ്, അവിടെ ചെന്ന് ഇറങ്ങുന്നത്, ഏകദേശം ഒരു 2 മിനിറ്റിന് അടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോയാണ്. ഇതുവരെ നിങ്ങൾ കോളേജ് ലൈനിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ മറ്റേ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി നിങ്ങൾ ആ വീഡിയോ കാണാം. അപ്പോൾ അടുത്ത നമ്മൾ ഡി ഹാവ്ലാൻഡ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ 2-3 തവണ എക്സാം ഒക്കെ എഴുതാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ അവിടെയൊക്കെ കവർ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. ബാ. അപ്പോൾ ഗൈസ്, ഞാൻ ബസ് സ്റ്റോപ്പിലായിട്ട് നടക്കുകയാണ്. ഞാനിപ്പോൾ കയറാൻ പോകുന്ന ചോട്ട് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു ബസ് സ്റ്റോപ്പിലാണ്. നമ്മുടെ കോളേജിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെയുള്ള, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ സമയമാണ്, ഏതൊക്കെ ബസ് നമ്പർ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണ്ട ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഷട്ടിൽ ബസ്. വലിയ കണ്ടക്ടർ ഷട്ടിൽ നിന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഗൈസ്. ബസ്സിൽ കയറിയപ്പോൾ ആ പുള്ളി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചാന്ന് വെച്ചാൽ കുറേ പേരൊക്കെ അറിയാത്തവർ ചിലപ്പോൾ ഇതിനകത്ത് കയറി വേറെ വല്ലയിടത്തോട്ടും പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഷട്ടിൽ ബസ്സാണ്, ലൈക്ക് ഇതിങ്ങനെ റൗണ്ട് അടിച്ച് പോകുന്ന ബസ്സാണ്. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറി ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. വൈദ ഇങ്ങനെ കേട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റി ബസ് ആയിരിക്കണം, ലൈക്ക് ഒരു പർപ്പിൾ കളറും വയലറ്റ് കളറും കോമറ്റ് എന്നാണ് ഇവിടെ പൊതുവെ പറയണത് ഈ ബസ്സിനെ. സമയം ഇപ്പോൾ വൈകിട്ടായി, അതാണ് ഇപ്പോൾ ഒരു കണ്ടില്ലേ ആ ഒരു സൂര്യനൊക്കെ താഴ്ന്ന് ഇപ്പോൾ സൺസെറ്റിലെ ഒരു സമയമാവാറായി. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് ഡി ഹാവ്ലാൻഡ് ക്യാമ്പസ്. പിന്നെ നമുക്കിവിടെ ഇറങ്ങാം ഗൈസ്. നമ്മളിവിടെ ഇറങ്ങി, നമ്മൾ ആ വശത്താണ് ഗൈസ് ഇറങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുമ്പോഴാണ് ഈ ക്യാമ്പസ്. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലെത്തി. അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നതാണ് ഒരു ക്രിക്കറ്റ് ഹാൾ എന്ന് പറയും. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാളാണ്. പക്ഷേ അതിൻ്റെ അകത്തിട്ട് എൻട്രി നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവർ ഓപ്പൺ ആക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ക്രിക്കറ്റിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പരിപാടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇടയ്ക്ക് അവർ എക്സാം ഹാളായിട്ട് അത് കൺവേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വരുമ്പോഴുള്ള വ്യൂ ആണ് ഗൈസ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ല ഗൈസ്, ഈ ബിൽഡിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല കോളേജ് ലൈനിലാണ് കൂടുതലും ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്. ഇവിടെ കുറവാണ്. അതെന്ന് വെച്ചാൽ ക്യാമ്പസിൻ്റെ മറ്റേ ഏരിയ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത് ഇതൊരു ബിൽഡിംഗ് ആണ്. ദി സ്ട്രീറ്റ് എന്നാണ് ആ ബിൽഡിങ്ങിന് പേരിട്ടേക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ബൈ ദ വേ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറേ ബിൽഡിങ്സ് ഉണ്ട്. ലൈക്ക് സ്പോർട്സ് വില്ലേജ് എന്ന് പറയും. അത് മറ്റേ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനത്തെ കുറേ പരിപാടിക്ക് അവിടെ മറ്റേ സ്വിമ്മിങ്ങും കാര്യമൊക്കെ ഉണ്ട്. ഞാനൊന്ന് സൂം ചെയ്തൊക്കെ കാണിച്ചു തരാവേ. കാണാൻ പറ്റാന്നറിയില്ല. ഇവിടെയാണ് ആ സ്വിമ്മിങ്ങും പരിപാടിയൊക്കെ ഇല്ല. അവിടെ ഒരു ഇൻസ്ട്രക്ടർ ഇരിപ്പുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറുന്ന പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ ചെന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും മെനക്കെടുന്നില്ല ഞാൻ. ബൈ ദ വേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം ഗൈസ്. ഇവിടെ ഒരു ആസ്ക് ഹേർട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കോളേജ് ലൈനിൽ ഒരെണ്ണം കാണിച്ചു തന്നേക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചോദിച്ചാൽ അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ബിസിനസ് ഓറിയൻറ്റഡ് കോഴ്സസൊക്കെയാണ്. ഡി ഹാവ്ലാൻഡ് പൊതുവേ വന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അങ്ങനത്തെ കുറേ കോഴ്സൊക്കെയാണ് ഇവിടെ കൂടുതൽ അവർ ഇട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. അപ്പോൾ ഇത് പിന്നെ ഇവിടെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് കുറേ സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഈ സ്ട്രീറ്റിൻ്റെ തന്നെ ഉള്ളിലായിട്ട് നമ്മൾ കയറുമ്പോൾ ഇവിടെ എല്ലാ കൺട്രീസിൻ്റെ ഫ്ലാഗ് ഇങ്ങനെ നിരയായിട്ട് തൂക്കിയിട്ടുണ്ട്. എന്നാ ഭംഗിയാണെന്നറിയാമോ കാണാൻ. ഇത് നോക്കിയാൽ ഗൈസ്, ഒരു കുന്ന് ഫ്ലാഗ് ഉണ്ട്. ഇതിനകത്ത് ഇന്ത്യൻ്റെ ഫ്ലാഗ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ തന്നെ പോലെ ലൈക്ക് നമ്മുടെ സിമ്പിൾസും ഇതൊക്കെ വേറെയാണ്. പക്ഷേ അതേ സെയിം കളറിലെ പാറ്റേണിൽ തന്നെ വേറെ കുറേ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റൈറ്റ് സൈഡിൽ കണ്ട, പക്ഷേ അത് ഇന്ത്യ അല്ല ഗൈസ്, കണ്ടില്ലേ? അത് വേറെ ഏതോ ഫ്ലാഗാണ്. എനിക്കിൻ്റെ പേരൊന്നും നമുക്കാകെ വരലെണ്ണാന്ന് കുറച്ച് ഫ്ലാഗ്സിൻ്റെയൊക്കെ ഇത് അറിയത്തുള്ളൂ. എല്ലാ ടൈപ്പ് ഫ്ലാഗ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന മറ്റേ യൂണിറ്റിയാണ്. ഏത് പിന്നെ അവിടെ നിന്ന് റൈറ്റ് അടിക്കുന്നത് ഇവിടെ ഒരു ഡിസ്പ്ലേയിൽ ഗോബ്ലിൻ എൻജിൻ്റെ ഒരു കട്ട് വേ പാർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് എഞ്ചിനാണെന്നൊന്നും ചോദിക്കരുത്, ഞാനവിടെ എഴുതിയേക്കണത് വായിച്ച് നിങ്ങളോടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വലിയ എഞ്ചിനാണ്. കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ച മറ്റേ ആ എയറോപ്ലെയിൻ്റെ വലിയ എഞ്ചിനായിരിക്കും. ആയിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ. വൈദ്യുതി ഇവിടെ ഒരു LRC ഉണ്ട് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കയറാനില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യമേ ഞാൻ ആ കോളേജിനെ കാണിച്ച ആ സെയിം LRC തന്നെയാണ് ഇവിടെ ഉള്ളത്.
ഇല്ല ഇന്ത്യ കാണിച്ചു തരാം എവിടെയാണ്. കേട്ടോ, ഇത് നമ്മുടെ ഇന്ത്യനെ പോലത്തെ വേറെ ഫ്ലാഗൊക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ ആ ഒരു കളർ പാറ്റേൺ. പക്ഷേ ഇതാണ് നമ്മുടെ ഫ്ലാഗ്. സോറി, ഇവിടെ അത് നേരെ നമ്മൾ നടന്നു വരുന്നത് നേരെ ഒരു എക്സിറ്റിലായിട്ടാണ്. ഇത് ഇവിടെയാണ് ലോ കോഡ് ബിൽഡിംഗ്. ലോസിൻ്റെ മറ്റേ കോഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. പിന്നെ ഇവിടെ മിക്കതും കാണുന്നതെന്നൊക്കെ പറഞ്ഞ അക്കോമഡേഷൻ ആട്ടോ ഗൈസ്. മറ്റേ മക്ലറിൻ കോട്ട് എന്നൊക്കെ പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് വന്നത്. ഇതും കുറേ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ഗാലറിയാണ്, മറ്റേ ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്റർ പോലത്തെ പരിപാടിയാണ്. ലൈക്ക് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ വെച്ചാൽ കുറേ ഷൂസിൻ്റെ ചെറിയൊരു മാളിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ഈ കാണുന്നത് എൻ്റർപ്രൈസ് ഹബ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗാണ്. പിന്നെ അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെയാണ് ഡി ഹാവ്ലൻ ക്യാമ്പസ്. മറ്റേ കോളേജ് ലൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അധികം ബിൽഡിങ്സ് ഇവിടെ ഇല്ല. പിന്നെ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ പഠിക്കണ ക്യാമ്പസും കോളേജ് ലൈനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ മുക്കും പോലും അറിയാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 എക്സാം എന്തോ എഴുതാനായിട്ടാണ് വന്നേക്കുന്നത്. അത് കാരണം എനിക്ക് ഞാൻ കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ. ഇത് മറ്റേതുപോലെ ഞാൻ അത്ര ലോങ് ആയിട്ട് എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ LRC തന്നെയാണ് ഇവിടുത്തെ LRC. ഈ ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഉള്ളു, ബാക്കിയെല്ലാം കമ്പാരിറ്റീവ്ലി സെയിം ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ആയിട്ടിട്ടോ, നമുക്കത് പറ്റാവുന്നതാണ്. നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ ദ വേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.